ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ നമ്മുടെ ഡേ നാളെ 3 ഇയർ LLB കാൻഡിഡേറ്റ്സും 5 ഇയർ LLB കാൻഡിഡേറ്റ്സും നമ്മുടെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബെസ്റ്റ് വിഷസ്. അടിപൊളിയായിട്ട് പോയി പരീക്ഷ എഴുതുക, ധൈര്യമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പരീക്ഷ. ഓക്കെ, കാരണം നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക. നിങ്ങളെല്ലാവരും പ്രിപ്പയർഡ് ആണ്. അപ്പോൾ മൈൻഡ് ക്ലിയർ ചെയ്ത് മോട്ടിവേറ്റഡ് ആയിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എക്സാം നിങ്ങളൊന്ന് ഓറിയൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എക്സാമുകളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ എക്സാമുകളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശരിയാക്കേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. ഓക്കെ, പ്രോപ്പർ വെൽ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള മൈൻഡ് സെറ്റോടെ നിങ്ങൾ എക്സാമുകളിലേക്ക് കയറുക. നമ്മുടെ മൈൻഡാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഒരു ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ അല്ലാത്തൊരു മൈൻഡ് സെറ്റ്, ഒരു എന്താ പറയുക, ഒരു മിക്സഡ് മൈൻഡ് സെറ്റിൽ അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ബോർഡിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചിലരൊക്കെ ഒരു വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ചിലവരൊരു 3-4 മാസമായിട്ട് ക്രാഷ് കോഴ്സിന് പ്രിപ്പയർ ചെയ്തൊക്കെ ഈ ഒരു എൻട്രൻസ് എഴുതാൻ വരുന്നുണ്ട്. ആര് തന്നെ ആയാലും നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ടെൻഷനും വെറീസ് ഒന്നും വേണ്ട. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ കുറേ കുട്ടികൾ മെസ്സേജും സാർ ടെൻഷനാവുന്നു പഠിച്ചത് മറന്നു പോകുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ടൊരു കാര്യം നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കിട്ടുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ എക്സാം എഴുതുന്ന 99% കുട്ടികൾക്കും ടെൻഷൻ അടിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ദിസ് പ്രോസസ് ഇല്ലേ. നമ്മുടെ മാത്രം പ്രശ്നമല്ല, എഴുതുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ട് വേണമെന്ന് ആഗ്രഹിച്ച എല്ലാവരും എന്ത് ചെയ്യണം? ടെൻഷൻ അടിച്ചിരിക്കണം ഇല്ലേ. നമ്മുടെ ഉറക്കം പോകണം. അപ്പോൾ അത് ക്ലിയർ ആൻഡ് കട്ടാണ് അതിൽ നിന്ന്. പിന്നെ ടെൻഷൻ നമ്മൾ എന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യണം. നമ്മുടെ ഉള്ളിലെ ടെൻഷൻ നമ്മുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നിങ്ങൾ അവിടെ ഇരിക്കുന്ന 2 hours അത്രയും ക്രൂഷ്യൽ. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ എടുത്ത എഫേർട്ട് വെറുതെ. അപ്പോൾ ആ 2 hours പ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. എക്സാമുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വേറെ ഒരു തോട്ട്സും വേണം നിങ്ങളുടെ മൈൻഡിൽ. അവിടെ ഇരുന്നിട്ട് നിങ്ങൾ വരാൻ പോകുന്ന റിസൾട്ടിനെ പറ്റിയോ റാങ്ക് ലിസ്റ്റിനെ പറ്റിയോ ഇതിനെപ്പറ്റിയോ ഒന്നും തന്നെ നിങ്ങൾ ആലോചിക്കണ്ട. വൺ ആൻഡ് ഓൺലി തിങ്, ആ സ്ക്രീനിലെ ക്വസ്റ്റ്യൻ കാണുന്നു, അത് ആൻസർ ചെയ്യുന്നു, അടുത്ത ക്വസ്റ്റ്യൻ അത് ആൻസർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലിവ് ഇൻ പ്രസൻറ്റ്. ആ ക്വസ്റ്റിന് അതിൻ്റെ ആൻസർ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ്, നമ്മുടെ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ഫ്രെയിം ഓഫ് മൈൻഡിൽ വേണം. ഓക്കെ, അപ്പോൾ അറിയാത്ത ചോദ്യങ്ങൾ വെറുതെ വട്ടം കുത്തി വെറുതെ ഉള്ള മാർക്ക് കളയാൻ നിൽക്കേണ്ട. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് കീപ്പ് ഇൻ മൈൻഡ്. പിന്നെ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ എക്സാമുകളിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അപ്പം നമുക്ക് എൻട്രൻസ് കമ്മീഷണർ ഇറക്കിയ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ സൈറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തെടുക്കുക. അത് കളർ പ്രിൻറ്റ് തന്നെ വേണമെന്നില്ല. ഓക്കെ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, സാറേ എങ്ങനെയാണ് കമ്പ്യൂട്ടർ എക്സാം? ഞാൻ ആദ്യമായിട്ടാണ് ഈ കമ്പ്യൂട്ടർ എക്സാം എഴുതുന്നത്. ഡോൺ വെറി, നിങ്ങളുടെ എക്സാമുകളിൽ കയറി നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് നേരം അവരൊരു മോക്ക് ടെസ്റ്റ് തരും. ഓക്കെ, ഒരു ട്രയൽ പോലെ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ആ മോക്ക് ടെസ്റ്റ് സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഒരു പരിചയപ്പെടുത്തലാണത്. ഓക്കെ, എങ്ങനെ കമ്പ്യൂട്ടർ എക്സാം എഴുതണം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ടെസ്റ്റ് പോലെ അവർ നടത്തി എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മെയിൻ റിയൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നു, അതിനെപ്പറ്റി വെറീസേ വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഗൈഡ് ചെയ്യാനും പറഞ്ഞു തരാൻ അവിടെ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അവിടെ ആരും കയറി കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റുകളൊന്നും ആവണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻവിജിലേറ്ററെ വിളിക്കുക, അവർ വന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ റിപ്പോർട്ടിംഗ് ടൈം കൃത്യസമയത്തോടെ നിങ്ങൾ എത്തുക. മഴയും വെള്ളക്കെട്ടും അതുപോലെ തന്നെ റോഡ് പണിയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഹോൾ ടിക്കറ്റിൽ കൊടുക്കുക. റിപ്പോർട്ടിംഗ് ടൈം തീരുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നെങ്കിൽ അവിടെ എത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ടൈം കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. എക്സാം ടൈം കഴിഞ്ഞ് എത്തിയ എക്സാം ബോർഡിൽ നിങ്ങളെ കയറ്റില്ല. പിന്നെ അതുപോലെ തന്നെ എക്സാം ഡ്യൂറേഷൻ പറയുന്നത് 2 മണിക്കൂറാണ്, 120 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കൈ വെക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ ID, അത് ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ നിങ്ങളുടെ ഇലക്ഷൻ ID കാർഡോ ഏത് വേണം നിങ്ങളുടെ കയ്യിൽ. നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഒരു ഫോട്ടോ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കണം, ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് പേനയോ പെൻസിലോ നിങ്ങളുടെ കയ്യിൽ വെക്കാം. ഓക്കെ, പിന്നെ നോർമലി വർക്കൗട്ട് ചെയ്യാനുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വർക്കൗട്ട് ചെയ്യാനുള്ള ഷീറ്റൊക്കെ ആ എക്സാം സെൻറ്ററിൽ നിന്ന് തരേണ്ടതാണ്. പക്ഷേ ഇത്തവണത്തെ ഇൻസ്ട്രക്ഷൻസിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പോകുന്ന എല്ലാവരും ഒരു 3-4 പേപ്പർ നിങ്ങളുടെ കൈ വെച്ച്, ബ്ലാങ്ക് പേപ്പർ കേട്ടോ, എഴുതിയൊന്നും പേപ്പർ ആരും കൊണ്ടുപോയിക്കരുത്. മാൽ പ്രാക്ടീസിനൊന്നും ആരും ശ്രമിച്ചേക്കരുത്, ലൈഫ് ടൈം ബാൻ കിട്ടും. ഓക്കെ, അപ്പോൾ
ഒരു 3-4 പേപ്പർ നിങ്ങൾക്ക് ഫുൾ സ്കാപ്പ് പേപ്പർ ഒന്നും എഴുതാത്ത പേപ്പർ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് വെക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടുന്ന് എക്സാം സെൻറ്ററിൽ നിന്ന് തന്നെ ചിലപ്പോൾ തരുമായിരിക്കും. പിന്നെ കുറച്ച് പേര് ചോദിച്ചു ഡ്രസ് കോഡ് ഉണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ പ്രോപ്പറായിട്ടുള്ള നീറ്റ് പോലെയുള്ള അങ്ങനത്തെ ഡ്രസ് കോഡൊന്നും ഇല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. ബട്ട് നിങ്ങൾ പരമാവധി സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ്ങിൽ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. പിന്നെ കാൽക്കുലേറ്ററോ സ്മാർട്ട് വാച്ചുകളോ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസ് ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ വെക്കാൻ പറ്റില്ല, അതൊന്നും എക്സാം ഹോളിൽ കയറ്റില്ല. ഓക്കെ, അങ്ങനെ സ്മാർട്ട് വാച്ചസ് ഉണ്ടെങ്കിൽ അത് ഊരി വെച്ചിട്ട് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യുക എക്സാം ഹോളിൽ കയറാൻ. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സമയം കാണിക്കും. പിന്നെ അതുപോലെ തന്നെ എക്സാം ഹോളിൽ ക്ലോക്ക് ഉണ്ടാകും. അപ്പോൾ ടൈം അറിയാനൊന്നും വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഇൻവിജിലേറ്ററുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്, ആ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൺസ് നമ്മൾ എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാൽ ആ പരീക്ഷ കഴിയാണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. 120 മിനിറ്റ്സ് പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താ പറയുക, കൊണ്ടുപോവുക. പിന്നെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷ അഡ്മിറ്റ് കാർഡ് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടിംഗ് സമയത്ത് തന്നെ കേന്ദ്രത്തിൽ ഹാജരാകേണ്ടതാണ്. അപ്പോൾ ആ റിപ്പോർട്ടിംഗ് ടൈം പ്രോപ്പറായിട്ട് പാലിച്ച് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇൻസ്ട്രക്ഷനായിട്ട് എൻട്രൻസ് കമ്മീഷണർ എന്ത് ചെയ്ത നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ കീപ്പ് ഇൻ മൈൻഡ്, നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് വേണം, ഒരു ഫോട്ടോ ഐ ഡി വേണം, അത് ആധാറോ ഇലക്ഷൻ ഐ ഡി കാർഡോ ഡ്രൈവ് ലൈസൻസോ ഏതെങ്കിലും. പിന്നെ അതുപോലെ തന്നെ പേനയോ പെൻസിലോ, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ വെച്ചോ, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ തന്നെ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, യാതൊരുവിധ മാൽ പ്രാക്ടീസിനൊന്നും തന്നെ നിങ്ങൾ ശ്രമിച്ചേക്കരുത്. അത് പിന്നീട് അത് വലിയൊരു വിനയായി നിങ്ങൾക്ക് മാറും. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും പ്രിപ്പയർഡ് ആണ്, നിങ്ങൾ നിങ്ങളുടെ പരമാവധി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മൾ ഓർത്തിക്കണം, ഒരിക്കലും ഒരാളും ഒരു എൻട്രൻസിൻ്റെ 100% സിലബസ് ഒന്നും പഠിച്ചിട്ട് ആരും എക്സാം ഹോളിൽ കയറില്ല. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ ആരും തന്നെ സിലബസിന് 100% പഠിച്ചിട്ടല്ല പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ലോ എൻട്രൻസിൻ്റെ സിലബസിന് 100% നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സബ്ജക്റ്റ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ഉള്ള റിസൾട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സബ്ജക്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതിനുള്ള സമയമെല്ലാം അതിക്രമിച്ചു, ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ആ 2 hours വേണ്ടി നിങ്ങൾ റെഡി ആവുക എന്നുള്ളൊരു കാര്യമാണ്. മൈൻഡ് പ്രിപ്പയർ ചെയ്ത് ആ 2 hours റെഡി ആവുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, തുടർന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മുടെ ഈ ക്ലിയർ എൻട്രൻസ് സീരീസിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു. ആ വീഡിയോസൊക്കെ നിങ്ങൾ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇതോടെ നമ്മുടെ കണ്ടന്റ് അവസാനിക്കുകയൊന്നുമല്ല. ഇനി അഡ്മിഷൻ പ്രോസസ്സും അതുപോലെ അലോട്ട്മെൻറ്റും കാര്യങ്ങളെ പറ്റിയൊക്കെ കണ്ടന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ സോ വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗൈസ്, താങ്ക് യു.